നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസനും കൃഷിയിലേക്ക് ഇറങ്ങുകയാണ്. കണ്ടനാട് പുന്നച്ചാലിൽ പാടശേഖരത്തിലാണ് ധ്യാൻ ഇത്തവണ കൃഷി ഇറക്കുന്നത്. ധ്യാൻ്റെ ഒപ്പം സുഹൃത്തുക്കളായ സാജുവും മനുവുമുണ്ട്. ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് ഏറെ വർഷങ്ങളായി കണ്ടനാട് പുന്നച്ചാലിലെ പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്തു വരുന്നത്. പാടശേഖരത്തിനോട് ചേർന്നു തന്നെയാണ് ശ്രീനിവാസൻ കുടുംബസമേതം താമസിക്കുന്നതും. ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും MFC ലിമിറ്റഡ് കമ്പനിയുടെ ആഭിമുഖ്യത്തിലാണ് വിധമഹോത്സവം നടക്കുന്നത്. ഈ വർഷത്തെ വിധമഹോത്സവം ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. വീടിനോട് ചേർന്നുള്ള 80 ഏക്കറിലാണ് ഇത്തവണ നെൽകൃഷി ചെയ്യുന്നതെന്ന് ധ്യാനിനൊപ്പമുള്ള മനുവും സാജുവും പറയുന്നു. അഭിനയ ജീവിതത്തിന്റെ തിരക്കിനിടയിലും കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുകയാണ് അച്ഛനെ പോലെ ധ്യാനിന്റെയും ലക്ഷ്യം. അച്ഛൻ കഴിഞ്ഞ ദിവസം വരാനിരുന്നതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒന്ന് വീണിട്ട് ചെറുങ്ങനെ മൂക്ക് പൊട്ടി, അപ്പോൾ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അച്ഛൻ്റെ അഭാവത്തിൽ ഇതിനെക്കുറിച്ച് എല്ലാം സാധാരണ ഒന്നും അറിയാത്ത എന്നെയാണ് ഇതിന് പറഞ്ഞു വിട്ടത്. ഞാൻ വാക്ക് പാലിച്ചതെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ മറന്നു പോയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മഞ്ചേട്ടനാണ് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ആളാണ്. മഞ്ചേട്ടനാണ് കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ഇറക്കുന്നതൊക്കെ. അപ്പം മനുചേട്ടൻ വിളിച്ചിട്ട് ആ പറഞ്ഞ വാക്കൊന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോൾ പിന്നെ സാധാരണ വാക്ക് പാലിക്കാത്ത ആളാണ്, പക്ഷേ ഇത്തവണ പിന്നെ ആ വാക്ക് പാലിക്കണം എന്ന് തോന്നി. അപ്പം എന്നെയും ഇവരുടെ കൂടെ ചേർത്തതിന്, കാരണം ഞാൻ വോളണ്ടറിലി വന്ന് ചേർന്നതല്ല, എന്നെ കൂടെ ചേർത്തതാണ്. അപ്പോൾ അതിന് സായിച്ചേട്ടനോടും മനുചേട്ടനോടും ആദ്യം തന്നെ നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതിനോടുള്ള താല്പര്യമുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസോ നമ്മൾ മണ്ണിലിറങ്ങി പണിയെടുത്തിട്ടില്ല. എല്ലാം തിയററ്റിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കലായിട്ടുള്ള അറിവൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലാഭനഷ്ടം, നേരത്തെ ഹൈബിചേട്ടൻ പറഞ്ഞ പോലെ ഇവരൊന്നും തന്നെ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ലാഭം ഫിനാൻഷ്യൽ വയബിലിറ്റി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് ഫിനാൻഷ്യലി വയബിൾ ആവുമോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ലാഭം കിട്ടുമോ എന്നുള്ള ചിന്ത കൊണ്ടൊന്നുമല്ല ചെയ്തത്. ഇതൊരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പാഷൻ്റെ പുറത്താണ് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ ഇങ്ങനൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഈ സ്ഥലം, കാരണം നമ്മൾ താമസിക്കുന്ന വീടിനോട് ചേർന്ന് നിൽക്കുന്ന പാടം. അപ്പം ഞാൻ വന്നപ്പോൾ ചോദിച്ചു, ഈ പാടം ആരുടെയാണെന്ന് ചോദിച്ചു. അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നില്ല അവരാ വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി നടക്കുന്ന കാര്യം അറിയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അപ്പം അവർ പോലും, ഈ പാടത്തിൻ്റെ ഓണേഴ്സായിട്ടുള്ള അവർ പോലും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സ്ഥലത്താണ് എനിക്ക് തോന്നുന്നു അച്ഛൻ ഇങ്ങനെ ഒരു പുറമ്പോക്കായിരുന്നു കിടന്നിരുന്ന സ്ഥലം വർഷങ്ങൾക്ക് മുന്നേ ഇതെടുത്ത് ഇവിടെ ആദ്യമായിട്ട് കൃഷി ഇറക്കുന്നതൊക്കെ. അതെനിക്ക് തോന്നുന്നു അതൊരു നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിനോടുള്ളൊരു പാഷൻ ചെറുപ്പം മുതലേ ഉണ്ടായത് കൊണ്ടും അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു ലാഭവും അതിനപ്പുറം ഇങ്ങനൊരു കൾച്ചർ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഓർഗാനിക് കൃഷി അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾട്ടിവേഷനെ കുറിച്ച് പുള്ളിക്കുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ്. അപ്പോൾ ഇത്തവണ ചെയ്യുമ്പോഴും ഇതിനകത്ത് മണികണ്ഠനും കൂടെ ചേരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അടുത്ത വർഷം നിങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും, ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും പങ്കാളികളാവാം. ഇതുപോലെ എന്താ പറയണ്ടേ, ഇങ്ങനെ പുറമ്പോക്കായി കിടക്കുന്ന, നേരത്തെ ചേട്ടൻ പറഞ്ഞു 5000 ഹെക്ടറോളം അല്ലേ സ്ഥലങ്ങൾ ഇങ്ങനെ പുറമ്പോക്കായി കിടക്കുകയാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇവിടെ ഇതിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആർക്കും ഇതിൽ പങ്കുചേരാം എന്നുള്ളതാണ്. ഈ വർഷം ഞാൻ ഇതിൻ്റെ ഭാഗമാകുമ്പോൾ അടുത്ത വർഷം നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാകാം. അതൊരു പ്രാക്ടീസ് ആയിട്ടും അതൊരു താല്പര്യത്തിൻ്റെ പുറത്തും ചെയ്യുക. അതിൻ്റെ ലാഭവും നഷ്ടവും ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും എല്ലാവരും ഇതിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗമാകാം. അപ്പോൾ ഇത്തവണ എന്നെ കൂടെ ചേർത്തതിന് ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. ഇത് തുടങ്ങുന്നത് 2012-ലല്ലേ. 2012-ലാണ് നമ്മളിത് ആദ്യമായിട്ട്. കഴിഞ്ഞ വിജയോത്സവത്തിന് ധ്യാൻ ശ്രീനിവാസൻ ഇതുപോലെ അച്ഛൻ്റെ കൂടെ വരികയും അദ്ദേഹം തന്നെ ഒരു പിടിക്കതിര് കൊയ്തെടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ആവേശവും ഞങ്ങളെല്ലാം കണ്ടപ്പോഴേക്കും പുള്ളി തന്നെ ഇങ്ങോട്ട് പറയുന്നത് അടുത്ത കൂട്ടിന് എന്നെയും കൂടി ഒന്ന് കൂട്ടണം. അത് 10-35 വർഷമായിട്ട് തരിശായിരുന്ന പാടമായിരുന്നു. അതിൽ ശ്രീനിവാസം വന്നു താമസം തുടങ്ങി. അന്ന് നമുക്ക് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞ് 2 ഏക്കർ തുടങ്ങി. അത് ഞങ്ങൾ 60 ഏക്കർ വരെ കൃഷി ചെയ്തു. ഇപ്പോൾ ഞാൻ സാജാറിന് വേണ്ടി 108 ഏക്കറിലേക്ക് എത്തി. ഇപ്പം 80 ഏക്കർ ചെയ്താണ്. ഇനി ബാക്കി ചെയ്യാനുള്ളതാണ്.
പുതിയതായിട്ട് എന്തെങ്കിലും ഐഡിയകളൊക്കെ പറയുന്നുണ്ടോ? പറയാറുണ്ട്, ഞാൻ എങ്ങനെയാണ് കൃഷി, എന്തായി, ഉഴുത് കഴിഞ്ഞോ, വിത്ത് വെള്ളത്തിലിട്ടതൊക്കെ ചോദിക്കാറുണ്ട്. കർഷകൻ ആയി വരുന്നേ ഉള്ളൂ, ആവുന്നു. പുതിയ റോൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, പുതിയ റോൾ ഇത് നമ്മളവിടെയല്ലേ താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് അച്ഛൻ ചെയ്ത് വരുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് പുള്ളിയുടെ ഒരു താല്പര്യത്തിൽ നമ്മൾ തുടങ്ങി. അപ്പോൾ ഈ വർഷം ഇവരെന്നെ വിളിച്ചു, ഇതിൻ്റെ ഒരു ഭാഗമാക്കി. പിന്നെ നമ്മൾ ഇറങ്ങി പണിയെടുക്കുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം. അപ്പോൾ ഭംഗിയെ നടക്കും മേടിക്കുന്നു. എല്ലാ വർഷവും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷം ചെയ്തു, കഴിഞ്ഞ വർഷം കൊയ്ത്ത് ഒക്കെ വന്നിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം വരുന്നത്. ചേട്ടനില്ല, ചേട്ടൻ ഇന്ന് വരും. പ്രചോദനമായത് എന്താ പറയണ്ടേ, ഇതാണല്ലോ നമ്മൾ ഡെയിലി കഴിക്കുന്നത്. ഡെയിലി എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നതും എൻ്റെ റൂമിൽ നിന്ന് ശരിക്കും നേരിട്ട് കാണാൻ പറ്റുന്ന ഈ പാടാണ്. അപ്പം ഞാൻ ഉറക്കൊഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ഈ പാടം. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുമല്ലോ കടൽ, മൗണ്ടൻസ്, കടൽ. അപ്പോൾ എനിക്ക് ഏറ്റവും കാണാൻ കണ്ണിന് ഭയങ്കര കുളിർമയുള്ളൊരു സീനിക് ഇതെന്ന് പറയുന്നത് ഇപ്പോഴും പാടാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പാടത്തോട് അല്ലെങ്കിൽ ചേർന്ന് ജീവിക്കുന്നതും. അല്ലെങ്കിൽ പിന്നെ ചോറ് വളരെയധികം പ്രിയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു പ്രോസസ്സ് പോലെ തന്നെയാണ് ഈ പാടത്ത് കൃഷി എന്ന് പറയുന്നത്. ഒരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്, ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഉമ എന്ന് പറഞ്ഞ പല വേരിയൻ്റ് ഉണ്ടല്ലോ. ഉമ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു റെഡ് റൈസാണ് പ്രോപ്പർ. അപ്പോൾ ഇതെനിക്ക് 4 മാസം 80 ഏക്കറിലാണ് നമ്മളിപ്പോൾ തുടക്കം. എനിക്കൊന്ന് 100-110 ഏക്കറുണ്ട്. അപ്പോൾ 80 ഏക്കറിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉമ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്, ജയ, സുരേഖ, പൊക്കാളി എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ ഉമ എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നൊരു 100-150 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റേജ്. അപ്പോൾ ബാക്കിയുള്ള പ്രാക്ടിക്കൽ പരിപാടി, ഇതൊക്കെ തിയററ്റിക്കൽ പരിപാടി മാത്രമേ നമ്മൾ അറിയുള്ളൂ. പക്ഷേ ബാക്കിയുള്ള സാധനം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ അവരൊക്കെ വർഷങ്ങളായി ചെയ്യുന്നതുകൊണ്ട് എല്ലാം നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭംഗിയായി വരും വിശ്വസിക്കുന്നു. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് അച്ഛൻ ജൈവ സദ്യ ആയതുകൊണ്ട് ഞാൻ പോയി ഹോട്ടലിൽ ബിരിയാണി കഴിച്ച ആളാണെന്ന്. അല്ല, അതുകൊണ്ടല്ല, വീട്ടിലെപ്പോഴും ജൈവമാണ്. അപ്പോൾ കല്യാണത്തിനെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. മണികണ്ഠൻ ചിലപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 1 ഏക്കർ 5-6 ഏക്കർ മണികണ്ഠൻ ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത വർഷം നിങ്ങൾക്കൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇതാണല്ലോ മുന്നോട്ട് വയ്ക്കുന്ന സാധനം വെച്ചാൽ ഇതിൽ ലാഭവും നഷ്ടമൊന്നും അല്ല നമ്മൾ നോക്കണേ. ഇതൊരു താല്പര്യമുള്ള ആൾക്കാർ, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അവർ മുന്നോട്ട് വന്ന് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത കൊല്ലം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്കൊക്കെ ഒരുമിച്ച് ചെയ്യാം. അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിന് നമ്മളൊരു ഫിനാൻഷ്യൽ ഇത് നോക്കിയിട്ടൊന്നുമല്ല ഇതിനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതിനെ എത്രത്തോളം വയബിളാന്നുള്ളത് നമുക്ക് പല നഷ്ടങ്ങളും നമ്മൾ വാർത്തയിലൊക്കെ കൂടെ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ നോക്കണില്ല, നമുക്കതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് വിത്തിടുന്നത്, പക്ഷെ ഡെയിലി ചോറ് കഴിക്കാറുണ്ട്. അച്ഛനൊന്നും പറഞ്ഞില്ല, സാധാരണ പരാജയമാണല്ലോ ഈ കൃഷിയിലെങ്കിലും ഒന്ന് വിജയിച്ച് കാണണം. ഓക്കെ, താങ്ക് യു.